ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അല്ലെ നിഗി? അതുകൊണ്ട് നിഗി ഇന്ന് സ്പെഷ്യലായിട്ട് പഴം പുഴുങ്ങിയതും മുട്ടയെല്ലാം കഴിക്കുന്നു. സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട്. അതൊന്നല്ല, ഇത് മക്കൾക്ക് വേണ്ടി പുഴുങ്ങിയതാണ്. അപ്പൊ ഓപ്പ പറഞ്ഞ് ഒരെണ്ണം എടുത്താൽ ഓപ്പ തിന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഒരെണ്ണം മുറിച്ച് വെച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ അകത്ത് ഒരെണ്ണം എടുത്ത് തിന്നിട്ട് ഇവിടെ ബാക്കി വെച്ചിരുന്ന. അതുകൊണ്ട് എനിക്ക് ദോശ തിന്നാൻ പറ്റാണ്ടായി. ഒരു പഴം തിന്നുന്നത് 4 ആൾക്കാരാണ് ഗൈസ്. ഞാൻ ഇതിൽ നിന്ന് ലേശം എടുത്ത്, മക്കള് ലേശം എടുത്ത്, ഇപ്പൊ ഇവിടെ ലേശം എടുത്ത്. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഒരു മുട്ട പുഴുങ്ങിയത് കൊടുത്ത് നേന്ത്രപ്പഴം വലിയ താല്പര്യമില്ല. പ്രോട്ടീൻ. അപ്പൊ എന്നെ പോലെ നേന്ത്രപ്പഴം വലിയ താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമന്റ് കിട്ടോ അല്ലേ? ആകെ ഇഷ്ടമുണ്ട് ബിരിയാണി ഇഷ്ടമല്ല, കുഴിമന്തി, അൽഫാം. ഇപ്പൊ എന്തോ ആവട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നമുക്കും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും അല്ലേ? കാരണം ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ അത് സസ്പെൻസ് ആക്കി വെക്കുന്നൊന്നുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ അതിലേക്ക്വരാം. അപ്പൊ ആ സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആകുമ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ, മെയിൻ എന്താ ഒരു ഫുഡും അല്ലേ വേണ്ടേ? അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് ഇന്നാക്കാം. സ്പെഷ്യൽ അത്ര സ്പെഷ്യൽ അല്ല, നമ്മൾ കുറെ ആയി ആക്കിയിട്ട് വീട്ടിലല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് എന്താക്കും നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിലാക്കുന്ന മന്തി ഇല്ലേ, കുഴിമന്തി, അത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അല്ല ഇന്ദ്രു? ഇന്ദ്രു എല്ലാവരും ഹായ് പറ. ചായ തിന്നുന്ന കടി തിന്നുന്നു. അമ്മേ എന്ത് പറയുന്നു? അമ്മ നിലം തുടക്കുന്നതല്ല, ആ ചെടി അവിടെ നിന്നെടുത്ത് മാറ്റി വെച്ച്. ആ ചെടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് കഴിച്ചത്. എന്താ ചെയ്യണ്ട, ഈ ചെടിക്ക് ഇങ്ങനെ ചെറിയതാ ഇങ്ങനെ ഈ കറപ്പടിക്കുന്നുണ്ടതാ, ഇങ്ങനെ കണ്ട ഇലക്കെല്ലാം കണ്ട ഇങ്ങനെ കറപ്പടിച്ചടിച്ച് വരുന്നു. അതെന്താ ചെയ്യാ ഇപ്പൊ? പോവാൻ എന്താ വഴി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ കണ്ടതാ? എന്തെങ്കിലും മരുന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പൊ അമ്മ എടുത്തതൊന്ന് വെയിലത്തോട്ട് വെച്ചതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്പെഷ്യൽ ഡേ ആയിട്ട് ഒരു വ്ളോഗ്, ഒരു സ്പെഷ്യൽ വ്ളോഗ് അല്ലേ? അപ്പൊ ആ സ്പെഷ്യൽ എന്താണ് നമ്മുടെ ഇന്നത്തെ മെയിൻ കാര്യം അല്ലെ പറയാനുള്ളതും. അപ്പൊ ഫുഡും എല്ലാം കൂടി ചേർത്തൊരു വ്ളോഗ്. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ ദിവസം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു 3 തവണയായിട്ട് നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ദിവസം 4ാമത്തെ തവണയാണ്. സ്ഥിരമായിട്ട് നമ്മളെ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. 3 തവണ ഞങ്ങളിലൂടെ കടന്നു, ഇപ്പൊ 4ാമത്തെ തവണ കടന്നു പോവാൻ പോകുന്നു. അപ്പൊ എല്ലാ തവണയും ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കലുണ്ട്. കാരണം ആ സന്തോഷം തരുന്നത് നിങ്ങളാണ്. നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളെയും കൂടി കാണിക്കാറുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു നിമിഷത്തിലെല്ലാം ഉണ്ടാവുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലേ? അതെ. ചെറിയൊരു കട്ട് കൊടുത്തു, അതിനിടയ്ക്ക് ഗ്യാസും വണ്ടി വന്നു. അതിന്റെ ഇടയിൽ ഞാൻ പഴത്തൊലിയും തിന്നും ഗ്യാസ് തീർന്നു പറഞ്ഞ്. അപ്പൊ ഗ്യാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിനെല്ലാം എന്താ വില, ഗ്യാസിന് വില, സ്വർണത്തിന് വില, അരിക്ക് വില, തേങ്ങക്ക് വില, വെളിച്ചെണ്ണക്ക് വില. സാധാരണക്കാർക്ക് രൂപയുടെ മൂല്യം കുറഞ്ഞു വരണം. അപ്പൊ അനുസരിച്ച് വില എല്ലാത്തിനും കൂടും. ഒന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ വിഷയം ചർച്ച ചെയ്യാൻ പോയി ഇവിടെ തീരില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മന്തി ആക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പൊ ആ മന്തി ആക്കുന്നത് പ്ലസ് ഒരു ചെറിയൊരു അത് അതിന്റെ ഇടയിൽ കൂടെ ഈ സന്തോഷമായാലും നിങ്ങളെ അറിയിക്കും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സന്തോഷം. മനസ്സിലായവര് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു കാര്യം ചെയ്യാം, മന്തിക്കുള്ള യാതൊരു സാധന സാമഗ്രികളും ഈ വീട്ടിലില്ല. അപ്പൊ എല്ലാം വാങ്ങിക്കണം. നേരെ ആദ്യം നമുക്കത് വാങ്ങിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടികൾ കിടക്കാം. അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളും ആവും അല്ലേ? എന്നാ ബാ. അത് വേണ്ട, ഇവിടെ നിങ്ങളെ കൂട്ടി പോകുന്ന നഷ്ടമാണ്, ധനനഷ്ടം. അങ്ങനെ മറ്റേ പല പല കാര്യങ്ങളുണ്ട് ഇവരെ കൂട്ടി പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നോ വാക്ക് ഇവിടെ നിന്ന് ഒന്നും മേടിക്കൂലെന്ന് പറഞ്ഞാ വരുന്നത്. കൂട്ടിയിടണമെങ്കിൽ അവിടെ വന്നിട്ട് വാങ്ങിക്കും. എന്നാ ഓക്കെ ഗൈസ്, പോയിട്ട് വരാം. ഗൈസ് ഇവിടെ അമ്മയും മോളും പണിയെടുക്കൂല, ആൺകുട്ടികള് പണിയെടുക്കും. ഇവിടെ അടിച്ചു വാരൽ പ്രശ്നം നടക്കുകയാണ്. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വീട് അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ട് ദുർഗമോൾ അനുസരിച്ചിട്ടില്ല. ഇന്ദ്രക്കൂട്ടം മറ്റേ ചൂലൊക്കെ എടുത്തിട്ട് ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വാരുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് അടിച്ചത്, എവിടത്തേക്കാ വാരണേന്നൊന്നും അറിയില്ല. എങ്ങനെയോ അടിക്കുന്നത്, എങ്ങനെയോ വാരുന്നു. ദുർഗുഷ അടിച്ചു വാരുമ്പോ ചെറിയ പണികളെല്ലാം വീട്ടിലെടുക്കണം കേട്ടോ. നമ്മള് ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും ഇല്ല, എല്ലാരും എടുക്കണം. അങ്ങനെയാണ്. അച്ഛ കണ്ടിട്ടില്ല, അച്ഛ പണിയെടുക്കണത് മോള് കണ്ടിട്ടില്ല വീട്ടിൽ അടിച്ചു വരുന്നതെല്ലാം.
അച്ചടിച്ചു വാരണ മോള് കണ്ടിട്ടില്ല? ഇവിടെ ആരെങ്കിലും വരുമ്പോ വീട് വൃത്തിയാക്കുന്ന ആരാ? അങ്ങനെ ആരാന്ന് വല്ലാണ്ട് ഞാൻ പറഞ്ഞ ദുർഗാനോട് ഇന്ന് സ്കൂളില്ലാത്ത രാവിലെ അടിച്ചു വാരിയിട്ട് മോള് കുളിച്ചോന്ന് പറഞ്ഞു. നമ്മളെല്ലാം വീട്ടില് എന്റെ അമ്മയെല്ലാം ഈ പ്രായത്തില് നമ്മളെല്ലാം ഇല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മേനെ കുറ്റം പറയുന്നല്ല. നമുക്ക് എന്തെല്ലാം പണി ഉണ്ടാവും അറിയാം. അമ്മ രാവിലെ കച്ചവടത്തിന് പോകും. നമ്മുടെ അവിടെ ഞാനും വിപിനേച്ചി കാണുന്ന സമയത്ത് എനിക്ക് തലക്ക് ചുമന്ന് കലോടുത്തിട്ടാ വരുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ഞങ്ങള് വെള്ളം എടുക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ പാനിയില്ലേ, ചെറിയ പാനി എടുത്ത് ഒക്കിനെല്ലാം വെച്ചിട്ട് വെള്ളം കൊണ്ടുവരും. ഈ പ്രായത്തിലല്ലോ. ഇപ്പൊ ഒരു പണിയും നമ്മള് സത്യം പറഞ്ഞ ഒരു അമ്മമാരും കൊടുക്കുന്നില്ല മക്കൾക്ക്. എന്നിട്ടും ചെറിയ ചെറിയ എന്തെങ്കിലും പണി പറഞ്ഞാല് അത് ചെയ്യാൻ മക്കൾക്ക് പറ്റില്ല. മെല്ലെ മെല്ലെ ചെയ്താ മതി. പോയി സാധനം വാങ്ങിട്ട് വരാം. കോരി കളഞ്ഞോളൂ. നിക്ക് അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോ. നീയാണ് മന്തിയാക്കുന്ന ആള്. സംഭവം ഉണ്ടാക്കാണെന്ന് അറിയാം. ക്യാപ്സിക്കോ വേണം, മല്ലിച്ചപ്പ് വേണം, പിന്നെ പുതിന, പിന്നെ മാഗി ക്യൂബ് വേണം അല്ലേ? അപ്പൊ എന്താ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. മന്തി വെക്കാൻ വേണ്ടിട്ടേ നമ്മളധികം എടുക്കല് ഇന്ത്യ ഗേറ്റിന്റെ ഇന്ത്യ ഗേറ്റിലാണ്. ഇത്തവണ ഇത് നല്ല അരിയാണെന്ന് പറഞ്ഞു. ഇതെന്താ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ടിൽഡ അല്ലേ? അത് പലയുണ്ട്. ഇന്ത്യ ഗേറ്റിന് തന്നെ പല വിലയുടെ ഉണ്ട്. ദുബാർ അതെല്ലാം പലതുണ്ട്. നീ അത് നോക്ക്, ദുബാർ നോക്ക്, അതിന്റെ വില നോക്ക്. ഇതിന് വിലയുണ്ടാവും. നോക്കട്ടെ നമുക്കപ്പൊ എന്തായാലും ഇത്തവണ ഇത് നോക്കാം. 4 പച്ചമുളകും 2 മല്ലിച്ചപ്പും 3 ക്യാപ്സിക്കും കൊണ്ടുപോകാൻ നികി എടുത്തിട്ട് വന്ന സഞ്ചി നോക്ക്. ഇതിലും വലുതൊന്നും കിട്ടിയില്ലേ? അത് നിന്നെ തന്നെ കേട്ടാല. നല്ല ഒരു ചെറിയൊരു കവറിൽ ഇങ്ങനത്തെ കവറിലായിട്ടാണുള്ള സാധനമുള്ളു. നന്നായി. എന്തായാലും ഇങ്ങനെ ഒക്കെ നോക്കാൻ വേണ്ടി പറ്റിയല്ല. ചാക്കില് പകുതി സാധനം കൊള്ളു. ഇനി കേറി എടേ, ഞാൻ പോയിട്ട് ചിക്കൻ വാങ്ങിട്ട് വരാം എന്നാല് കേട്ടാ. അപ്പൊ നീ അതെല്ലാം അരിഞ്ഞു നോക്കേ. ക്യാപ്സിക്കം മല്ലിച്ചപ്പം പുതിനൊക്കെ അരിഞ്ഞു നോക്കും. ഓക്കെ. ഞാൻ ചിക്കൻ മേടിക്കാൻ ചെന്നപ്പോഴേക്കും ഷിയാബ് അവിടെ നിന്ന് ചിക്കനായിട്ട് ഇങ്ങോട്ട് വന്ന്. അതുകൊണ്ട് ചിക്കൻ വേഗം കിട്ടി. എനിക്കിതേ ഇവിടെ ചിക്കൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അമ്മതേ ഏട്ട കിട്ടി. അമ്മക്കൊരു പണി കിട്ടി. അച്ഛൻ ഏട്ട കൊണ്ടുവന്നിട്ട് ഏട്ടക്കറി വെക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ഏട്ട എന്ന് പറഞ്ഞാൽ ജീവനാണ്, പുഴയേട്ട. അങ്ങനത് ഏട്ട കൊണ്ടുവന്നിട്ട് അമ്മ ഇവിടെ കടലേട്ടാണത്. അതെ, ഏട്ട വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ഏട്ടക്കറി അമ്മ വെക്കട്ട്, മന്തി ഞങ്ങ വെക്കാം. എടേ ഞാൻ എന്നാ പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കട്ടെ. സീരിയസ് ആയിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ എന്നാ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ. ഓടി സീരിയസ് ആയിട്ടാ പറഞ്ഞ. നമ്മളെന്തോ ഒന്നും ചെയ്യാത്ത ഗൈസ്. കണ്ടോ ഇന്നത്തെ മന്തി ഫുൾ സജിമോനാ. ഞാൻ വിചാരിച്ച് ക്യാമറയിൽ മാത്രം പറയുകയുള്ളൂ ക്യാപ്സിക്കം അരിയാന്നെല്ലാം. ഇത് ഞാൻ തന്നെ അരിയേണ്ടി വരും വിചാരിച്ചു ചേട്ടാ. പക്ഷെ ഇല്ല ചേട്ടാ, നല്ല കുട്ടിയായിട്ട് ഇതാ. അങ്ങനെ അങ്ങ് വിചാരിച്ച് നടക്കുവല്ലേ? നമ്മളെന്താ ആണുങ്ങളെന്താ ഈ കാര്യത്തില് കാണാത്തോരാ. അതല്ലേ നല്ല മഴ കേട്ടാ. നല്ല മഴ. കർക്കിടക മാസത്തെ പോലെ പെയ്തിട്ടില്ല ഇത്രയും മഴ. അതന്നെ. അപ്പൊ അമ്മേന്റെ ഏട്ടക്കറി ഇവിടെ ആയി. അത് ഇളക്കണം. ഏട്ടക്കറിയില്ല കത്തിക്കാം. അപ്പൊ ഏട്ടക്കറി എന്തായാലും കത്തിക്കട്ടെ. അതവിടെ കിടന്ന് തിളക്കട്ടെ, വേഗട്ടെ. മന്തി കഴിക്കൂല. കഴിച്ചാലും അച്ഛൻ ചോറിന്റെ ആളാ. അല്ല ഇന്ദ്രു പക്ഷെ മന്തിയെല്ലാം കഴിക്കും. അപ്പ പുലാന്റെ ആളാന്ന് പറഞ്ഞ പോലെ ചോറിന്റെ ആളാ. അപ്പൊ ഇവിടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പായി, പുതിനയായി, ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അരി ഒരു 20 മിനിറ്റ് ഇരുന്നാൽ മതി എന്നാ പറഞ്ഞത്, 20 അരമണിക്കൂർ. അപ്പൊ അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിയും വെക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുതിർത്തി വെക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചെറുതായിട്ട് ഇത് ആക്കുന്നതും കൂടി ഒന്ന് കണ്ടേക്കാം അല്ലെ. ഇനി കുഴിമന്തി ആക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിലോ ഇനി എങ്ങാനും അല്ലെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒരു കൂടി കാണിക്കാം അല്ലെ. അപ്പോഴേക്കും ഏട്ടക്കറികൾ റെഡിയാവും. അത് പറയാം നമുക്ക്. പറയാലോ, നമുക്ക് അവിടെ നിന്ന് കാണിക്കാം. ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. അതെ, ഞങ്ങളിത് ഇങ്ങനെ കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എന്റെ കൽക്കണ്ട കരിമ്പു പാടം കട്ടെടുത്തതാരാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ 39,98,513 ആരോ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ 13 പറഞ്ഞത് കേട്ട് ഒരാള് അല്ല, വീണ്ടും 13ലേക്ക് എത്തി, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ 513 പേരിലേക്ക് നമ്മുടെ അതെ നമ്മുടെ യൂട്യൂബ് ഫാമിലി എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ അതാ പറഞ്ഞ 3 തവണ ആ സന്തോഷം ഞങ്ങളെ തേടി എത്തി. ഇപ്പൊ 4ാമത്തെ തവണയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു 4ാമത്തെ തവണ ഇതില് ഓരോ സബ്സ്ക്രൈബേഴ്സും നമുക്ക് വിലയുള്ളതാ. അത് പിന്നെ പറയാനില്ലല്ലോ, നമ്മുടെ സ്വന്തം കുടുംബമല്ലേ, നമ്മൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി എന്നല്ലേ പറയുന്നത്. അപ്പൊ യൂട്യൂബ് മാത്രമല്ല, ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാവരും അവരും എല്ലാം നമ്മുടെ സ്വന്തം ഫാമിലിയാണ്. അതും നമുക്ക് 1 മില്യൺ എത്തിയിട്ടില്ല. അതെ, പക്ഷെ എല്ലാവരും വിചാരിച്ചാൽ അതും നമുക്ക് 1 മില്യൺ എത്തിക്കാൻ വേണ്ടി പറ്റും. ഫേസ്ബുക്കില് വീഡിയോ കാണുന്ന എല്ലാവരും യൂട്യൂബിലും കയറിയിട്ട് നമ്മുടെ ബ്ലോഗ് ഫോർ യു സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിലും വീഡിയോസ് സ്ഥിരമായിട്ട് ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അതിലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോട് സ്നേഹമുള്ള എല്ലാവരും അല്ലേ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ സന്തോഷം ഇന്നത്തെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സത്യം പറഞ്ഞാല് ഇന്നൊരു ചെറിയ കേക്ക് വാങ്ങി നമ്മൾ ഒരു മന്തിയൊക്കെ ആക്കി എല്ലാവരും കൂടി ആ സന്തോഷം അങ്ങ് ആഘോഷിക്കാന്ന് വിചാരിച്ചു അല്ലേ. ആദ്യമായിട്ട് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവോന്നൊരു സംശയമായിരുന്നു. അറിയുന്നവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ അവര് സബ്സ്ക്രൈബ് ചെയ്ത് പറയുമ്പോ ചിലപ്പോ സബ്സ്ക്രൈബ് ചെയ്യും, കുറച്ച് കഴിയുമ്പോ ചിലപ്പോ അൺസബ്സ്ക്രൈബ് ചെയ്യും. പല്ലിന് കമ്പിട്ടോണ്ട് ചില വാക്കുകൾ നമുക്ക് അക്ഷരസ്ഫുടതയോട് പറയണ്ട. എന്തിനാ അത്രയും ബുദ്ധിമുട്ടുള്ളത് പറയുന്നു? അല്ല, സംഭവം സത്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് ഇപ്പൊ അറിയുന്നവരും അറിയാത്ത ഒരുപാട് പേരും അങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലി 4 മില്യണിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല് വീഡിയോസുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പുതുതായിട്ട് തുടക്കത്തില് നമ്മളിങ്ങനെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂല്ലേ വീഡിയോ. അതെന്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയാം. കാരണം അപ്പോഴേക്കും നമുക്ക് ഒരുപാട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവരത് കാണുന്നില്ല. നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ നമ്മളെ വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ലേ, അത് അവർ കാണുന്നില്ല. അത് ഇൻട്രസ്റ്റോടുകൂടി ആയിരിക്കില്ല അവർ കാണുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് നമുക്ക് നമ്മുടെ വീഡിയോ കാണാം, അവരെ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരും, ഉറപ്പായിട്ടും വരും. എപ്പോഴായാലും ഒരു നാള് നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വരും. അപ്പൊ ആർക്കും, എന്റെ അഭിപ്രായത്തിലും അങ്ങനെ തന്നെയാണ്. ആർക്കും നമ്മളെ വീഡിയോ ഷെയർ ചെയ്തൊന്നും അവർ പറഞ്ഞെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് ഇഷ്ടമുള്ളവരാണ്, നമ്മളൊരു ഇതാണെങ്കിൽ അവർ ചെയ്യും നമ്മളോട്. അല്ലാത്തവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിച്ചാലും ചിലപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ 4 മില്യണിലേക്ക് എത്തട്ടെ, അത് നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇങ്ങനെ ഇരുന്നാ മതിയാ, മന്തിയെല്ലാം റെഡിയാക്കണ്ടേ? എന്നാ അപ്പൊ ഇതിങ്ങനെ അവിടെ പോട്ടെ, ഇടക്കിടക്കെ കാണാം നമുക്ക്. കൂടെ നമുക്ക് നമ്മുടെ മന്തി റെഡിയാക്കാം. എന്നാ ബാ. ഓക്കെ, പിള്ളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, പിള്ളേഴ്സൊക്കെ മേലെ ഇരിക്കുന്നുണ്ട്. അതെ, അത് മറ്റേ ബാൽക്കണി റെഡിയാക്കിയോണ്ട് അവിടെ പോയി ഇരിക്കണ്ട എല്ലാവരും. നമ്മുടെ ചിക്കനുകളൊക്കെ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുത്തി ഹോളുകളാക്കുക അല്ലേ. എല്ലാം നല്ല ഹോളുകളാക്കിയാൽ മസാലയൊക്കെ അങ്ങോട്ട് ശരിക്കും പിടിച്ചോളും. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും, ചേട്ടൻ പറഞ്ഞു തരും, അതുപോലെ ചെയ്താൽ മതി കേട്ടാ. കുരുമുളക് ഫസ്റ്റ്. അപ്പൊ നമ്മുടെ കുത്തി വെച്ച ചിക്കനിലേക്ക് പൊടിച്ചു വെച്ച കുരുമുളക് പറയണേ, എനിക്ക് അളവൊന്നും അറിയില്ലേ. ആവശ്യത്തിനിടെ അളവിന്റെ കാട്ടില് ഒരു എന്തോരം വേണം? മതിയില്ലേ ഒരു കുരുമുളക്? എന്തോ മതിയാവും. പിന്നെന്താ, കുരുമുളകായി. പിന്നെ ഇനി നമ്മുടെ ജീരകം, ഇത് ചെറിയ ജീരകം അല്ലേ? ചെറിയ ജീരകം ചതച്ചതിട്ടാ, ചതച്ചത് അങ്ങ് ഇട്ട് കൊടുക്കുക. മതി, അതിൽ ലേശം ഇട്ടോ. മതി എന്നാ വേണ്ട. എന്നാ പിന്നെ ആവശ്യത്തിന് ഇട്ടാ പോരെ, വെറുതെ എന്നെ പറയാനാണല്ലേ. ഇനി അതിലേക്ക് മറ്റേ മാഗി ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് അങ്ങനെ ഒടിച്ചങ്ങിട്ടോ. ഓക്കെ, അതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഏകദേശം 3 എണ്ണം, ഇതുപോലത്തെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അളവൊക്കെ കറക്റ്റ് നിങ്ങൾ നമ്മുടെ പറയുന്നില്ല, ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ടാ മതി അല്ലേ. ഇതിപ്പോ നമ്മ 2 കോഴിയാണ് എടുത്തേക്കണത്. 2 കോഴി
അതില് ഒരു കഷ്ണം ഞാൻ മാറ്റി വെച്ചു. അടിച്ചു മാറ്റി വെച്ചാൽ മതി. നല്ല നിങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ? വീട്ടില് ചിക്കൻ വാങ്ങി കഴിയുമ്പോ ഇങ്ങനെ മോഷ്ടിച്ച് വെക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. നാളേക്ക് വേണ്ടിട്ട് നാളെ രാവിലെ അത് നമുക്ക് നാളേക്ക് എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പറയും മനുഷ്യന്മാര് ജീവിക്കുമ്പോ ഇന്ന് ജീവിച്ച് നാളെ ജീവിച്ച് പക്ഷെ നമുക്ക് നാളേക്ക് എന്ന് പറഞ്ഞൊരു ചിന്ത ഉണ്ടാവണല്ലോ. നാളേക്കുള്ള ചിന്ത ചിക്കൻ കറിയിലുണ്ട് ഗൈസ്. അതെ അല്ല അത് എടുത്തു വെച്ചാ കാരണം മന്തിയില് കരളും ലിവറും കരളും മറ്റേതും എന്നാ വട്ടും കരളൊന്നും എടുക്കൂല. അപ്പൊ അത് ഞാൻ എടുത്തു വെച്ചപ്പോ അതിന്റെ കൂടെ ഒരു കഷ്ണം കൂടി എടുത്തു വെച്ച്. നല്ലതന്നെ. മല്ലിയില, പുതിന, പിന്നെ ക്യാപ്സിക്കോ ക്യാപ്സിക്കോ ഇട്ടോ. ക്യാപ്സിക്കോ ഒരു ലേശം ചോറിലേക്ക് ഇടാൻ ബാക്കി വെക്കണേ. ബാക്കി ഇട്ടോ. 3 ക്യാപ്സിക്കോ എടുത്താട്ടോ. മതി. പിന്നെ എല്ലാം ചോറിൽ ലേശം ബാക്കി വെക്കണം. മതിയില്ലേ? ലേശം ഇട്ടോ. അത് ചോറിൽ കുറച്ച് വേണ്ടൂ. ലേശം അത്ര ഇടൂല. അത് പുതിന ഒരു ലേശം കൂടി ഇട്ടോ. മതിയാ? ഓക്കെ. ഇനി ഇതെല്ലാം ഇവിടെ മാറ്റി വെക്കുക. നമ്മൾ ഉപ്പിടുന്നില്ല. അത് ഉപ്പുള്ളതുകൊണ്ട് അറിയാലോ എല്ലാവർക്കും. ഓയിൽ ഒഴിച്ചോ. ആവശ്യത്തിനുള്ള ഓയിൽ പറയണേ. പറയാന്ന് വെച്ചാ നമുക്കിത് പൊരിക്കാൻ വേണ്ടതല്ലേ, കുറച്ച് കൂടുതൽ ഒഴിച്ചോ. ഇത്രയും ചിക്കൻ പൊരിയാൻ എന്തോരം ഓയിൽ വേണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിക്കൻ മൂടി വെച്ച് ഇതാക്കുമ്പോ ആവുമല്ല, മതിയല്ല, നോക്കിട്ട് ഇടാം. ഇതെല്ലാം കൂടി നല്ലോണം തിരുമ്മി അങ്ങ് എടുക്കും. ശരിക്കും ഓട്ടായിട്ടെ എല്ലാം തക്കത്തക്കട മിക്സ് ആക്കുമ്പോ നല്ലൊരു സ്മെല്ല് വരും. മല്ലിച്ചപ്പും പുതിന ക്യാപ്സിക്കം ഉടയുന്ന. ഓക്കെ, നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് ഇത് കുറച്ച് നേരം ഇവിടെ കത്തിച്ചിട്ടില്ല. മസാല ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അല്ലേ? അപ്പൊ നമുക്കും അരമണിക്കൂർ റെസ്റ്റ് എടുക്കാം. മന്തി നിന്റെ കുളിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ എനിക്ക്. നീ കുളിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്യും അല്ലേ? അതുകൊണ്ട് അമ്മ കുളി കൊണ്ട് കൊടുക്കുന്നുണ്ട്. പനിയൊന്നുമില്ലല്ലോ, ചെറിയൊരു തൊണ്ടവനല്ലേ, അതിനാണ് നീ ഇങ്ങനെ ഗുളികയെല്ലാം മേടിച്ച് കുടിക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയായി നോക്കാൻ നമുക്ക് ഇല്ല. 98 647 ആയിട്ടുള്ളൂ. ഇവരിവിടെ നോക്കിയിരിപ്പുണ്ട്, നോക്കാൻ ആളെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എത്ര വേണോടാ ഉണ്ണിക്കുട്ടാ? ഇനി നിന്റെ കണക്ക് നോക്കട്ടെ എന്താണെന്ന്. 1363 2000 എന്റെ കാലെ പിടിച്ചിട്ടുണ്ടല്ലോ അവന്റെ 2000. അപ്പൊ നോക്കിക്കോളണേ നിങ്ങള്. എന്തിനാ നീ ഇപ്പൊ കൊച്ചിന്റെ അത് നഖം പൊളിച്ചെടുത്ത് എന്തിനാ? പിന്നെ വെറുതെ കരയോ അത്? അവിടെ കാണട്ടെ മൊത്തം ചോട്ട നോക്കട്ടെ ചോട്ട. എന്റെ ദൈവം, എന്റെ മോളുടെ നഖം പൊളിച്ചെടുത്തപ്പാ കണ്ട. പോട്ടെ, കരയണ്ട, പോട്ടെ. അല്ലെങ്കിൽ തന്നെ കരയാൻ നിൽക്കായിരുന്നു. ഇതാര് വന്നത്? ഇതെവിടെ നിന്ന് വന്നത്? നമ്മ 4 മില്യൺ ആവുന്നത് അറിഞ്ഞിട്ട് സ്പൈഡർമാൻ വന്നതാട്ടാ. അങ്ങന്ന് അമേരിക്ക സ്പൈഡർമാൻ തമിഴ്നാട്ടിലാവൂരും. നമ്മുടെ കുഴിമന്തിയുടെ ചിക്കൻ ഇവിടെ അടപ്പത്ത് കയറിയിട്ടുണ്ട് അല്ലേ? ഇനി ഇതങ്ങോട്ട് നല്ല ഒരു തീ കുറച്ച് വെച്ചിട്ടാണ് വേവിക്കുക. അങ്ങോട്ട് മാറി ഒന്നും ആയിട്ടില്ല, കൊറേ സമയം ആവും. സ്പൈഡർമാനൊക്കെ പോയിട്ട് പിന്നെ വാ ചെല്ലി, അല്ലെങ്കിൽ സ്പൈഡർമാന്റെ മോന്ത ഉണ്ടാവൂല. അമ്മ ഇതെന്താ കാണിക്കണത്? സ്പൈഡറെ വല്ലാത്ത ജാതി സ്പൈഡറാണല്ലോ. സ്പൈഡറൊക്കെ പോയി ചേച്ചി കുളിക്കാൻ കഴിയുന്നു. സ്പൈഡർ കുളിച്ച് മാറ്റി, കുപ്പായൊക്കെ മാറ്റി. ഇതാ കുഴിമന്തി നോക്കി കാത്തിരിക്കുന്ന സ്പൈഡർമാൻ. കണ്ട, ഇങ്ങനത്തെ സ്പൈഡർമാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മന്തി ആവുന്നത് നോക്കി കാത്തിരിക്കുന്ന സ്പൈഡർമാൻ. ഗൈസ്, ഇപ്പൊ അത് ഒരു കാര്യം ചെയ്ത് കളഞ്ഞു. ആ കുരുമുളക് വാങ്ങിയിട്ടില്ല, എടുത്ത് മൊത്തം പൊടിച്ചു വിട്. ആ ചോറ് അരി വെന്തയും അതിലേക്ക് ലേശം കുരുമുളക് ഇടണ്ടേ? മന്തിയില് പൊടിയിടാൻ പറ്റുമോ? കുരുമുളക് പൊടിക്കാതിരുന്നല്ലേ ഞാൻ ചപ്പട്ടോട്ടിയാണല്ലോ. ഇവിടെ കിട്ടൂല. ഞങ്ങൾ കടയിൽ പോയി വാങ്ങണം കുരുമുളക്. ഞാനും നീ വെറുതെ ഇരിക്കാനല്ലേ ഇരുന്ന്? നീ എന്തിനാ ഇരുന്ന്? അല്ല പിന്നെ എന്തൊരു കഷ്ടാന്ന് നോക്കി. ഇപ്പൊ കുരുമുളക് വാങ്ങാൻ പോകണ്ടേ ഗൈസ്? എന്തൊക്കെ പറഞ്ഞാലുണ്ടോ, ഞങ്ങൾ വീട്ടിൽ വെക്കുന്ന കുഴിമന്തിന്റെ ഒരു ഫാൻ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലാണ് അല്ല എനിക്ക്. അയ്യോ, നമ്മള് കുഴിമന്തി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എന്ത് പറഞ്ഞാലും വീട്ടിൽ വെക്കുമ്പോ ഈ
നമ്മൾ ഈ എന്താ പറയണ്ടേ ഈ മസാലക്കകത്ത് മെയിനായിട്ട് നമ്മുടെ ക്യാപ്സിക്കവും പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഇതിനകത്ത് കിടന്ന് വെന്തിട്ട് മാഗി ക്യൂബിലും കിടന്ന് വേകുന്ന ചിക്കൻ ഉണ്ടല്ലോ ഈ ഒരു ചാറുണ്ടല്ലോ എനിക്ക് ആ ചാറ് കാണിച്ച് ജസ്റ്റ് എടുത്തിട്ട് ഈ ചാറുണ്ടല്ലോ ഓയിലും എല്ലാം കൂടി ഈ ചാറ് അത് ഭയങ്കര ടേസ്റ്റാണ് സത്യം. കണ്ടോ അതിപ്പോ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നങ്ങടെ ആവട്ടെ അല്ലേ? വെള്ളം ഇപ്പത്തെ അടുപ്പത്ത് ചൂടാകുന്നുണ്ട്. അമ്മ കൗസേച്ചിന്റെ അടുത്ത് പോയിട്ടുണ്ട് കുരുമുളക് കടം ചോദിക്കാൻ. ഇതിനെ കൊണ്ടല്ലോ എന്താ വേണ്ടേന്ന് അറിയാം. കുരുമുളക് ഒരു പാക്കറ്റിൽ 100 ഗ്രാം അല്ല 150 ഗ്രാം കുരുമുളകോളം വാങ്ങിക്കൊണ്ട് വന്നിട്ട് മൊത്തം പൊടിച്ചങ്ങ് വെച്ച് കളഞ്ഞു. ബേവക്കും തന്നാളല്ലേ ഞങ്ങട്. കടം തരുമോ കിനാവിൻ കുരുമുളക് തരുമോ. നമ്മുടെ വീടിനടുത്ത് കടം വാങ്ങി വന്നിട്ടുണ്ട് ലേശം കുരുമുളക്. ഇത് മതിയാ? ഇത് മതി. ഇപ്പൊ കുരുമുളകുമായി. ഇനി വേറെ എന്താ കടം വാങ്ങേണ്ടത്? നമ്മള് വണ്ടി വെക്കുന്നതിനല്ലേ ആൾക്കാരെ വീട്ടിൽ പോയ കടം വാങ്ങിക്കുന്നു. കുഴപ്പമില്ല. പരസ്പരമുള്ള ഒരു സ്നേഹബന്ധം നിലനിർത്താൻ ഇടയ്ക്കൊരു കടം വാങ്ങുന്നത് നല്ലതാണ്. അതെ, കുഴപ്പമില്ല. അങ്ങനെയല്ലേ ഒരു ഇതല്ലേ. ഇടിച്ചാവല്ലേ മക്കളെ, ഇടിച്ചാവല്ലേ നിങ്ങൾ. ചുന്തരി പൂങ്കുയിലെ ചുണ്ടമിടാൻ പോരൂ. കണ്ട എന്ത് ഭംഗിയായി നോക്കി കുളിച്ച് നല്ലൊരു ഒരു ഇതെല്ലാം ഒരു മാലയിലും ഇട്ടപ്പോ കൈക്കൊരു ഇതെല്ലാം ഇട്ടപ്പോ തന്നെ ഒരു പെങ്കൊച്ചിന്റെ ഒരു ഇത് വന്ന് അല്ലേ. ഇടൂല വളയിടൂല ഈ കമ്മല് പിന്നെ കാതൊന്നും ഊരാത്തോണ്ട് അത് പാദസരം വെള്ളിയിട്ട് നല്ല അടിപൊളി എടി ഇപ്പോഴത്തെ പെൺകുട്ടികളെ നീ തുഗ്ഗുന മാത്രല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം നീയൊക്കെ പണ്ട് നടന്ന പോലെ അല്ല, നീയെല്ലാം പണ്ട് നടന്ന പോലെ ഒരു ഉടുപ്പ് ഇട്ടുണ്ട്, കൈമ കുറെ വളയിട്ടുണ്ട്. ഇങ്ങനെ ആക്കണ കാലെല്ലാം കഴിഞ്ഞ്. അതൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും ആക്കൂല. അതെല്ലാം മറ്റേ പട്ടോടൻ ബ്ലൗസ് നടക്കുന്നതെല്ലാം കഴിഞ്ഞ് അല്ലേ തുഗ്ഗു? ഇപ്പൊ എല്ലാം മോഡേൺ പിള്ളേഴ്സ് ഇങ്ങനെ നമ്മളല്ല. എന്നാലും കുളിക്കണേ മുത്തേ, കുളിക്കാതിരിക്കരുത്. എന്ത് കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അച്ഛൻ പെട്ടെന്ന് അറിയാതെ ഇങ്ങനെ തോന്നല്ലേ. അത് നല്ല കാര്യമല്ലേ? അപ്പൊ ഇവിടെ എന്തായാലും നമ്മുടെ 4 മില്യൺ അടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിന്റെ അന്ത്യയാമങ്ങളിൽ സ്വീകരണത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്റെ അച്ഛൻ ഉണ്ണിയച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പണിക്കുമായിട്ടുള്ള അച്ഛൻ. ഇന്ന് അച്ഛൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, ചങ്ങായിയുടെ വീട്ടിൽ എന്തെല്ലോ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയതാണ്. വൈകുന്നേരം ആവും മിക്കവാറും എത്തുമ്പോ. എന്താണ് നീ കുമ്പിട്ടോട് നോക്കുന്നു ഇങ്ങനെ? എന്ത് കുരുമുളക്? എന്റെ ദൈവമേ, നിനക്കെന്താടി തലക്ക് പ്രാന്ത അറിയാണ്ട്? നീ അമ്മനെ വെറുതെ അവരുടെ പറഞ്ഞയച്ച് കൊറേ കുരുമുളകെല്ലാം വാങ്ങിപ്പിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ട് കടം കുരുമുളകെല്ലാം വാങ്ങിയിട്ട് വന്നു. കുരുമുളക് കിട്ടി. അമ്മ ഇതറിഞ്ഞ കുരുമുളക് ഇവിടെ അലമാരിക്കകത്ത് വെച്ച് പൂട്ടിക്കൊണ്ടാണ് അമ്മനെ പറഞ്ഞയച്ച അവള്. ആ കുരുമുളക് ഇവിടെ ഇരിപ്പുണ്ടായി പാത്രത്തിനകത്ത്. ആ വെറുതെ അമ്മനെ പറഞ്ഞയച്ചല്ലേ. ആരാ വിളിക്കുന്നേ? അമ്മായിയാ? അമ്മായിനോട് അന്വേഷണം പറഞ്ഞ. അമ്മായി സുഖല്ലേ? എന്തു ആടിരിക്കുന്നേ? ഇന്നലെ എന്താ വേണ്ടെന്നറിയാമോ? കുരുമുളക് ഇല്ലാന്നും പറഞ്ഞിട്ട് കുരുമുളക് പോയി കടവെല്ലാം വാങ്ങി കുരുമുളക് മോളെ ഞാൻ ശരിയാക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് എനിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇട്ടോ, ഉണക്കാരെങ്കിലും ഇട്ടോ. നമുക്ക് ഒരു ലേശം ഒരു ഗ്രാമ്പൂ പട്ട അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലേ? അത്രേ ഉള്ളൂ. നീ ഒരു മാഗി ക്യൂബിന്റെ ഒരു ചെറിയൊരു ഒറ്റൊരു കട്ട അതിനകത്തേക്ക് ഇട്ടോ കേട്ടോ. അതെ, ഈ ഒരു കട്ട മതി. ഈ ഒരു കട്ട ഈ ഒരു കട്ട ഇട്ട് കൊടുത്തേക്കട്ടോ. കുരുമുളക് അതിനകത്ത് ഇട്ടോ. പിന്നെ ലേശം മല്ലിച്ചപ്പ് ചോറിലേക്ക് ഇട്ടോ. കുറച്ചിട്ടാ മതിയേ, കുറെ വേണ്ട. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോ. മതി 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 ധാരാളം മതി മതി. അത്ര വേണ്ടു. അത് മതി. പിന്നെ കുറച്ച് ഇത് ഇട്ടോ, പുതിന ഇട്ടോ. ക്യാപ്സിക്കം ഇടണം. ലേശം ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചോറിൽ നല്ലതാണ്. ഇത് ഇട്ടോ, കുറച്ചിട്ടാ മതി കേട്ടോ, അധികം വേണ്ട. ഓക്കെ, സെറ്റ് മതി. അപ്പൊ എല്ലാം ഇടും, ഒരു കുഴപ്പമില്ല. നീ ഇട്ടോടി, ഞാൻ പറയുന്നു. ഞാൻ ഉണക്ക നാരങ്ങ എടുത്തിട്ട് ഉണക്ക നാരങ്ങ 2 ഇട്ടോ കേട്ടോ. 3 ഇടണ്ട, 2 മതി. ലെമൺ, ഉണക്ക നാരങ്ങ സെറ്റ്. ഇനി ആയിക്കോട്ടെ, നീ അധികം റിസ്ക് എടുത്ത് പറയണ്ട. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ
ഇങ്ങനെ ഒരു മിക്സിങ്ങിലാണ്. അതായത് നമുക്ക് പൊരിച്ച പോലെയും ആവാൻ പാടില്ല, എന്നാൽ പുഴുങ്ങിയ പോലെ ആവാൻ പാടില്ല. രണ്ടിൻ്റെ ഒരു മിക്സിങ്. കുറച്ചൊരു പൊരിച്ച പോലെയും കുറച്ചൊരു പുഴുങ്ങിയ പോലെ ആയിട്ടാണ്. നല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമല്ലോ കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമുക്ക് അരി ഇടാൻ സമയമായി അല്ലേ? വെള്ളം നല്ല തളതളാൻ തിളച്ചു. ഇനി നമ്മുടെ അരി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ? ഇതൊന്നും പിന്നെ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുഴിമന്തി ഒന്നും അല്ല കേട്ടാ. നമ്മുടെ വീട്ടിലാക്കുന്നതാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞത് ചിക്കനും ചോറും എന്നെല്ലാം പറയും ചിലപ്പോ, പക്ഷെ ചിക്കനും ചോറും തന്നെ ആയിരിക്കും അല്ലേ? എന്നാലും ഞങ്ങൾ അങ്ങനെ വെറുതെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ് താലോലിച്ച് വിളിക്കുന്നതേ ഉള്ളൂ. കഴിക്കാൻ ടേസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ സംഭവം. ഗൈസ്, കുഴിമന്തി ആവാനായ പിന്നെ ലാസ്റ്റിലൊരു തിരക്കാണ്. കാരണം എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ്. കഴിഞ്ഞപ്പോ ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ദമ്മിടണ പോലെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് അങ്ങനെ തട്ടിക്കൂടി ഞാനത്തേക്ക് കുറച്ച് കുറച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് മസാല ഞാനത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഇതെല്ലാം ഇങ്ങനെയൊന്നും ആയിരിക്കൂല എല്ലാരും ചെയ്യുന്നത്. ഞങ്ങൾ എന്തൊക്കെയോ രീതി ഞങ്ങളുടേതായ രീതിയിൽ ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ കുറച്ച് ചിക്കനൊക്കെ അവിടെ തട്ടി, ഇനി കുറച്ച് ചോറ് അതിലേക്ക് അങ്ങ് തട്ടി, എന്നിട്ട് ചെറിയൊരു മുളകെല്ലാം വെച്ച് ചാർക്കോൾ ഇരിപ്പില്ല എനിക്ക് നമുക്ക് നമുക്ക് അത് ഇടണം. മറ്റേ സംഭവം ഇടണം. സ്മോക്കാണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പൊ ഇത് നമ്മള് ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് അടുത്ത് വലിയ കയ്യിലേക്ക് എപ്പ തീരാനാ പൊട്ടങ്ങളിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മൊത്തം ചോറ് കട്ടിയാ നീ. വെരി ഗുഡ്. അതാണ് സ്പീഡ് അല്ലേ? അതാ കളഞ്ഞാ നശിപ്പിക്കൂടി നീ. പരിപാടിക്ക് നിൽക്കണ്ടാണ്. എന്തോ എങ്ങനെയാടി മറ്റേ ഇതൊരു മറ്റേ മഞ്ഞപ്പൊടിയൊക്കെ ലേശം അല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ലേശം മഞ്ഞപ്പൊടി ഒരു കളറിനായിട്ട് നമ്മൾ പൊടിക്കങ്ങ് തളിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെച്ചാൽ മഞ്ഞപ്പൊടി ചുവ വരും. തളിച്ചാൽ മതി. തളിച്ചാൽ മതി. തളിച്ചാൽ മതി. അത്ര സംഭവം. ഇനി ബാക്കിയുള്ള ചിക്കനും ആ മസാല എല്ലാം കൂടി ഇതിലത്തേക്കാട് തട്ടി കൊടുക്കുക. മൊത്തം തട്ടുന്നില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് ഗൈസ്. ഘട്ടമായിട്ട് എല്ലാവർക്കും വേണ്ടേ. ഇനി അതും കൂടി തട്ട്. എൻ്റെ അപ്പുറത്ത് ചോറ് കുറച്ച് കൂടുതലാണോ? ചിക്കൻ കുറവും. 2 ചിക്കൻ മേടിച്ചിട്ട് നമ്മ 8 പീസാക്കി 16 പീസാ മൊത്തത്തിലുള്ളത് ചിക്കൻ്റെ. അതിന് ഇവിടെ അടിച്ചു മാറ്റി വെച്ചെന്നും പറയണ്ട. ചോറ് കൂടുതലായിരിക്കും. ഇത് മൊത്തം ടേസ്റ്റ് കിട്ടും. മൊത്തം ടേസ്റ്റ് കിട്ടും. കുറച്ച് മാറ്റി വെക്കും നന്ദി. അല്ലെങ്കിൽ ഇത് ചിക്കൻ ഉള്ളതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലേശം റെഡ് കളർ ഒരു ചോറിനൊരു കളറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് കുത്തി വെക്കണം, സ്മോക്കും ചെയ്യണം. അപ്പൊ നമ്മുടെ കുഴിമന്തി റെഡി. കുഴി ഇല്ലാത്ത മന്തി റെഡി അല്ലേ? അപ്പൊ ദേ ഇവിടെ പച്ചമുളക് എനിക്ക് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ഇതിനകത്തിരുന്ന് ഈ ആവിക്കാതിരുന്നില്ലേ ഈ മുളക് നല്ലൊരു അതിന്റെ ഒരു ഇത് പിടിക്കും ശരിക്കും അല്ലേ? അതൊക്കെ അത് പൊട്ടിക്കല്ലേ ഗൈസ്. അവസാനം നമ്മൾ പെട്ട് അത്യാവശ്യമായിട്ട് മറ്റേ ഇവിടെ നികി പറഞ്ഞ് മറ്റേ ചാർക്കോളൊക്കെ ഇരിപ്പുണ്ട്, ഇവിടെ ഉണ്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടി പുകയിടാൻ വേണ്ടി നോക്കുമ്പോൾ ചാർക്കോളില്ല. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇവിടെ ചിരട്ട കത്തിക്കുന്നുണ്ട്. അമ്മ ഇവിടെ നിന്ന് ചിരട്ട, ഞാനും അമ്മയും കൂടി ഇപ്പോൾ ചിരട്ട കത്തിച്ച് ചിരട്ടയുടെ കാനലെടുത്തിട്ട് വേണം ഇനി നമുക്ക് ആവിയാക്കാൻ വേണ്ടിയിട്ട്. അതിൽ പെട്ട് നമ്മൾ കത്തുന്നുണ്ട്. ഇതിലെന്താ തന്നെ എന്ത് പണി കിട്ടിയത് മോനെ? ഇവിടെ കൊണ്ടുപോക്കാം. നല്ലല്ലേ? അങ്ങനെ പണിയെല്ലാം എടുക്ക്. അവിടെ മറിച്ചിരാണ്ട് വെച്ച് അവിടെ എത്തൂല മോനെ. താഴെ വെച്ച മുത്ത് ദാടെ മുത്ത് കണ്ണെ അവിടെ വെച്ചോ. പിന്നെ അവിടെ അല്ല പറഞ്ഞ വെച്ചാ ദേ ഇവിടെയൊക്കെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എൻ്റെ മോൻ ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇവിടെ വെച്ചൂടെ? മോളിവിടെ ഉള്ളിലോട്ട് നോക്കും മറിച്ചിരാണ്ട്. ഇപ്പം എല്ലാം കളയും ഒന്നുകൂടെ ഗൈസ്. അവിടെ വെച്ച് കണ്ടില്ല. കനലായി ഗൈസ്. അവസാനം കനലായി. കനലൊരു തരി പോകാതെ നമ്മൾ കോരി കളയല്ലേ അമ്മേ? ഇല്ല കളയില്ല. ഓക്കെ. നല്ല ചിരട്ടക്കനലായിട്ടുണ്ട്. അതിനെല്ലാം ഇത്രല്ലേ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ കനല് ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അല്ല ഓയില് വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് അടച്ചങ്ങ് വെച്ചേ. അടച്ചങ്ങ് വെക്ക്. ഒരുപാടാക്കണ്ട കേട്ടോ. അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ സെറ്റ്. സംഭവം സെറ്റ്.
ഇതെന്താ? അപ്പൊ ഏതാണ്ട് നമ്മുടെ കുഴിമന്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് മൈനസ് ആക്കണം അല്ലേ? അതിനുള്ള പരിപാടിയാണ് എനിക്ക് നോക്കുന്നത്. മൈനസ് ആക്കുന്ന എല്ലാവർക്കും അറിയാലോ. ചൂടെടുത്ത് കുഴിമന്തി ആക്കുന്നത് എല്ലാവർക്കും അറിയാം, എന്നാലും മൈനസ് ആക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ നമുക്കല്ലേ. അപ്പൊ എന്താ പിന്നെ നീ മൈനസും കൂടി ആക്ക്, എന്നിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കാം. അപ്പോഴേക്കും നമ്മുടെ 4 മില്യൺ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഗൈസ്, എനിക്ക് മൈനസ് ആക്കാൻ വേണ്ടി ഉണ്ണി മാത്രം മറ്റേ നിലത്തിലാണ്ട് ഉണ്ണി മുട്ടറുള്ളിൽ നിന്ന് പുറത്തെടുക്കാതെ വെള്ളം മാത്രം എടുക്കുന്ന ഒരു സൂത്രം കണ്ടത് നിങ്ങള്? കണ്ടതാ? ഊറ്റി വെള്ളം മാത്രം എടുത്തു. ഉണ്ണിനെ നല്ല ട്രിക്ക് ഉണ്ടാകും ചെറുപ്പം കേട്ടാ. കണ്ടതേ, ഞാൻ അപ്പുറത്തേക്ക് മാറ്റി അതിന്റെ വെള്ളം മാത്രം എടുത്ത് കണ്ട കൈ കൊണ്ട് നല്ല സ്പൂൺ കൊണ്ടൊന്നും ഉണ്ണിയെ തൊടാതെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? കൊള്ളാം. കൊച്ചു ഗള്ളി. കൊല്ലം കൊറേ ആയില്ലേ എന്ത് മൈനസ് ആക്കുന്ന അങ്ങനെ വെറുതെ അല്ല വാരിയല് ഗോപിക പറഞ്ഞാല് ഈ നടത്തം ഞാൻ നേരെ നടന്നിരുന്നെങ്കിലേ വല്ല അമേരിക്കയില യൂറോപ്പില ഇംഗ്ലണ്ടില എത്തിയേനെ. എന്നിട്ട് എന്താ കാര്യമുള്ളത്? അവിടെ നിന്റെ മറ്റേ വല്യച്ഛനുണ്ട്, ഞാൻ പറയുന്നില്ല. അവിടെ അമേരിക്കയില് ഇരിക്കണ ആൾക്കാര്. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ മന്തി അങ്ങോട്ട് മിക്സ് ആക്കാൻ വേണ്ടി പോയിണ് അല്ലേ? ഒന്ന് അടി ചേർത്ത് നല്ലോണം ഇളക്കണിക്ക്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ചോറിന്റെ ഇതെല്ലാം കറക്റ്റാണ്, കറക്റ്റ് അളവാനെങ്കിൽ വേവെല്ലാം കറക്റ്റ് അളവാട്ടാ. നമ്മ മിക്കപ്പോഴും വെക്കുമ്പോ വേവെല്ലാം കുറച്ച് കൂടിപ്പോക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് അളവ് കറക്റ്റാ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ആ ഒരു കനലിന്റെ മറ്റേ ആ ഒരു ഇതില്ലേ സ്മോക്കിന്റെ, ആ സ്മോക്കിന്റെ ഇതും പിന്നെ നമ്മുടെ ഇതിന്റെ നല്ല മണം വരുന്നുണ്ട് ചിക്കൻ്റെ. കൊതിയായി ഗൈസ്, കൊതിയായി. കഴിക്കാൻ കൊതി വന്ന് നല്ല വിശപ്പായിട്ടാ. നമ്മുടെ മന്തി റെഡി ആയതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഏകദേശം നമ്മള് മന്തി കഴിക്കുമ്പോഴേക്കും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വിചാരിച്ച പോലെ 4 മില്യൺ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലേ? ഇവിടെ നമ്മള് എണ്ണ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അച്ഛനെ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇന്ന് 4 മില്യൺ ആയിട്ട് ഇവിടുന്ന് പോകലെന്നാ പറയണത് അല്ലേ? അപ്പൊ എന്നാ പിന്നെ അതെ, മന്തി കഴിച്ച് മറ്റേ 4 മില്യൺ അടിച്ചിട്ടേ പോകുള്ളൂ അല്ലേ? അത്ര തന്നെ. നികി, അപ്പൊ നമുക്ക് എന്നാ പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്താലോ? നീ തട്ടിക്കോ. ഏത് പ്ലേറ്റാ? അല്ല പ്ലേറ്റാ. അതെ, നമ്മുടെ ചോറ് ഓരോ പീസും അല്ലേ? എന്നിട്ട് ബാക്കി നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം. എടുക്കുക. സെറ്റ്. എന്നാ പിന്നെ കഴിച്ചു. അതത്രേ ഉള്ളൂ, ചെറിയ പീസാണ്. മൈനസ് വെച്ച് കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിന്റെ മേലെ വെച്ചിട്ട് എന്തിനോട്ട് പ്ലേറ്റ് ഇങ്ങോട്ട് നീക്കെന്തിനും ചെറിയതുണ്ടോ? ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. ആ, കഴിച്ചു നോക്കി എന്തിനപ്പം അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? ശരിക്കും ടേസ്റ്റ് ഉണ്ടോ അല്ലേ? ഇന്ദിര പറഞ്ഞ അടിപൊളിയാണ്. എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ ശരിക്കോ? നല്ല രസമുണ്ടെന്നാണ് പറയുന്നത് വരെ. എനിക്കിത് എവിടെ എടുത്തു വെച്ചാൽ ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് പറയാം. അച്ഛന് ഇഷ്ടപ്പെട്ടു? മൈനസ് കഴിക്കൂല അല്ലേ? മൈനസ് കഴിക്കൂല. ആ, അപ്പൊ കുഴപ്പമില്ല. എന്നാ പിന്നെ കഴിക്ക്. അമ്മ ദേ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ സർവിലാത്തോണ്ടൊന്നും അല്ലാട്ടാ, ഞങ്ങൾ അങ്ങനെ വെറുതെ കഴിക്കുന്നതാണ്. അതാണ് സംഭവം. അതിനകത്ത് അന്നത്തെ പോലെ അന്ന് ശ്രീധരനച്ഛനാ പണി തന്നത് അല്ലേ? എവിടെയോ പോയിരുന്നിട്ട് ഇന്ന് അമ്മ പണി തന്നേ കരുതുന്നു. അപ്പൊ എങ്ങനെയുണ്ടമ്മേ? സൂപ്പർ അല്ലേ? നല്ലല്ലേ? അപ്പൊ അച്ഛന് ഞാൻ അവിടെ എടുത്ത് വെക്കാം. അച്ഛൻ വന്നിട്ട് കഴിക്കട്ടെ. അച്ഛന് വലിയ കാര്യമൊന്നും ഇല്ലത്, എന്നാലും അപ്പുറം വിപിനക്കെല്ലാം ലേശം കൊടുത്തേക്കണ്ടേ? ആ, വിപിനക്കും ബിന്ദമക്കെല്ലാം കൊടുത്തേക്കാം കേട്ടാ. അപ്പൊ കഴിക്കട്ടെ, നമ്മളും കഴിക്കട്ടെ കേട്ടാ. നികിതി തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ദുർഗുവിനായിട്ട് തന്നെ എന്താ പറയുന്നത്? എനിക്ക് നേരത്തെ ലേശം എടുത്ത് നോക്കിയപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അവസ്ഥ? സൂപ്പർ അല്ലേ? സക്സസ്. ആ, നീ കുടിച്ചിട്ട് കഴിച്ചോ. ഞാനൊന്ന് കഴിച്ചോക്കട്ടെ.
ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോ എപ്പോഴും വോയിസ് ഓവറിൽ പറയുന്ന പോലെ ടെസ്റ്റർ തങ്കപ്പൻ. അപ്പോഴെന്തായാലും യഥാർത്ഥ ടെസ്റ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പോകുന്നു. ചിക്കന്റെ ഒരു പീസും കൂടി അതിനകത്ത് വെക്കണം. എനിക്ക് വലിയ മറ്റേ ഇങ്ങനത്തെ പീസാണല്ലോ തന്നത്. വലുത് വേണ്ടേ? പീസ രസം ഉണ്ടാവും. എന്തായാലും കുഴപ്പമില്ല. അതിന്റെ അകത്ത് പീസ് ഉണ്ട്. ഓ ഇത് സാധനം വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല. അടിപൊളി. നമ്മുടെ കടയിൽ നിന്ന് കഴിക്കുന്ന മന്തിന്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അത് വേറെ അടിപൊളി ടേസ്റ്റ്. ഇത് അങ്ങനത്തെ ടേസ്റ്റ് അല്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ വേവിച്ചിട്ട് ആ ഒരു കിട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിലായി കഴിക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും പൈസ ചെലവായി നമുക്ക്. സത്യം പറഞ്ഞാൽ നഷ്ടമാണ്. വീട്ടിൽ നമ്മൾ മന്തിയാക്കി വരുമ്പോ നമ്മള് 2 കിലോ അരി ചിക്കൻ എല്ലാം ആക്കി വരുമ്പോ 1500 രൂപയെങ്കിലും നമുക്ക് 2000 രൂപയായി ചിക്കനും എല്ലാം കൂടി ആയിട്ട്. പക്ഷെ എന്താ സംഭവം കടയിൽ നിന്ന് ചിലപ്പോ നമുക്ക് 1500 ഉണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിലായി കഴിക്കുമ്പോ വേറൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് രാത്രിയിലത്തേക്കെല്ലാം എത്തും. സാധനം ഉണ്ട്, അത് വേറെ കേസ്. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ. നീ കുളിച്ചിട്ടില്ല കഴിക്കുന്നത്, നീ കുളിച്ചിട്ട് കാത്തിരിക്കണം. വേണ്ട, ഞാൻ കുളിച്ചിട്ട് കഴിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാം, ഇവരെല്ലാരും ബാക്കി വെക്കും. അപ്പൊ അത് കഴിക്കാം. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് പോണം. ഓക്കെ, റെഡി എന്നാ പിന്നെ നിക്ക് നോക്ക് ആവാനായി. നീ എന്തേ നടക്കുന്നേ? അത് കുറച്ചൊരു മഴ കൊള്ളട്ടല്ലേ. ഇതെയാ എന്തായാലും ഇപ്പൊ എത്രയായി നോക്കിയാലോ നമുക്ക്. എനിക്ക് പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അല്ലേ, മന്തിയെല്ലാം കഴിച്ച് അല്ലേ. അപ്പൊ ഒന്ന് അടിച്ചുടച്ചിടുമ്പോഴേക്കും സമയമായി കൊണ്ടിരിക്കുകയാണ്. എത്രയായി? ഇനി 23 പേരും കൂടി ദേ കണ്ട 977 ആയി. ഇനി വെറും 23 പേരും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ 4 മില്യണിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാൻ ഷോർട്സിന് വേണ്ടിട്ട് ഇവിടെ മൊബൈലിൽ വേറെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് അല്ലേ. 985 15 പേര് 14 പേരും കൂടി പോരട്ടെ. ഇപ്പോൾ 90 ആവും. ഒടുവിൽ നമ്മൾ അങ്ങനെ 93 94 ഇതിന്റെ മുമ്പിൽ വരരുത് ആരും, ഇതിന്റെ മുമ്പിൽ വരരുത്. ഇവിടെ കൊള്ളട്ടോ. ആരാ കുറച്ച് നമ്മളാ ആരാത്? ആരാ 2 പേര് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ വരും. ചിലപ്പോ 96 കാണുക കേട്ടാ. ചിലപ്പോ ഒറ്റ നോട്ടത്തിൽ 96 കാണുക. 93 ആരോ 2 പേര് നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്തു ഗൈസ്. 5 ഇനി 5 പേരും കൂടി 5 പേര്. എന്തായാലും ഇന്ന് മറ്റേ കേരള ലോട്ടറി എടുക്കണ ദിവസമായിരുന്നു അല്ലേ, അത് മാറ്റി വെച്ച് 95 96 4 പേര് കൂടി 98 അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ നമ്മളങ്ങനെ 4 മില്യൺ ഫാമിലി ആയിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരിക്കൽ കൂടി. അപ്പോൾ ഇനിയും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും
പറയുന്നു. അതെ, നമുക്ക് കേക്കും കൂടി കട്ട് ചെയ്യാം, എന്നിട്ട് എന്തായാലും വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. ഈ സന്തോഷത്തിൽ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നമ്മളപ്പോ അങ്ങനെ 40,05,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നു അല്ലേ? ഇനി അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ. നമുക്ക് അടുത്ത 6 മില്യണിൽ കാണാം. 5 മില്യണിൽ കാണാം. അല്ല സോറി, 5 മില്യണിൽ കാണാം. അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്താലോ മക്കളെ? കേക്ക് കട്ട് ചെയ്യാൻ ഇവരാണ് ഇതിന് യോഗ്യര്. ഇതെന്ന് വെച്ചാല് ഞങ്ങള് എടുത്തു പറയേണ്ട കേസ് എന്ന് വെച്ചാല് നമ്മുടെ ഇവരിതാ 4 പേര് പിള്ളേഴ്സ്, ഇന്ദ്രു, ദുഗു, ഉണ്ണിക്കുട്ടൻ, അലേഖ്. ഇവര് ഇതിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ട്. കാരണം ഷോർട്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരാണ് കൂടുതലും വീഡിയോസിന്റെ മുൻപന്തിയിൽ ഉണ്ടാവല്. ഇവരെയാണ് ശരിക്കും പറഞ്ഞാൽ ഷോർട്സിൽ കൂടുതലായിട്ട് കയറുന്നതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അപ്പം ആ ഷോർട്സിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ദ്രും ദുഗും ഒക്കെയാണ്. അപ്പം ഇവര് തന്നെ കേക്കും കട്ട് ചെയ്യട്ടെ. അപ്പം ഇവർക്ക് എന്താ പറയാ, പ്രത്യേകം അഭിനന്ദനങ്ങൾ. കേക്ക് കട്ട് ചെയ്യാം. അപ്പം ഇതാ 4 മില്യൺ യൂട്യൂബ് ഫാമിലി. ഒരുപാട് സന്തോഷമുണ്ടല്ലേ ഇങ്ങനെ ഒരു നിമിഷം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ. ഒരുപാട് സന്തോഷം. കട്ട് ചെയ്താലോ? മക്കളെ തന്നെ കട്ട് ചെയ്യണം. നല്ല മഴ കൊണ്ട് മഴ വരെ സന്തോഷിക്കുന്നുണ്ടോ? അവിടെ വന്നേക്ക്, എല്ലാവരുടെയും കട്ട് ചെയ്യട്ടെ. ഹാപ്പി 4 മില്യൺ യൂട്യൂബ് ഫാമിലി അല്ലേ? എന്നാ പിന്നെ ഇനിയും അടുത്തൊരു ഇതും കൂടി, ഇനിയും ഒരുപാടല്ലേ നമുക്ക് ഇതുപോലെ സാധിക്കട്ടെ. അതുപോലെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതിന്റെ അമരക്കാരനെ നിനക്ക് എത്തിക്കൊണ്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പൊ കുറച്ചുപേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. സന്ത, സബിളിയൻ, നന്ദൂട്ടൻ, വിന്ദമ്മ, വിപിന, പിന്നെ അച്ഛൻ, എന്റെ അച്ഛനെ നേരത്തെ മിസ് ചെയ്യുന്നു ഇവിടെ. അപ്പൊ ഇന്നിതാവോന്നുള്ള പ്രതീക്ഷ നമുക്ക് രാവിലെ നേരം വിളിച്ചപ്പോഴല്ലേ കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ പണിക്ക് പോയത്. അപ്പൊ എന്തായാലും അച്ഛൻ വരട്ടെ, അപ്പൊ നമുക്ക് കേക്കറ കൊടുക്കാം. അപ്പൊ എന്തായാലും വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്ട് വെച്ചത് അച്ഛനും കൂടി വന്നിട്ട് അച്ഛനൊരു ദിവസം കേക്ക് കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചാണ്. അച്ഛൻ്റെ ഇപ്പോഴെ എത്തിയത്, ഇന്ന് പണിക്ക് പോയിട്ട് ലേറ്റായി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കേക്ക് വിശേഷം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ 4 മില്യണിലേക്ക് കടന്നു. അപ്പോൾ ഒരു കഷ്ണം കേക്ക് കഴിക്കും. അപ്പോൾ എന്താ പറയാനുള്ള എല്ലാവരോടും? അച്ഛൻ്റെ മാത്രമേ ഇനി പറയാൻ ബാക്കിയുള്ളൂ, ബാക്കി നമ്മളൊക്കെ പറഞ്ഞു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്താ പറയാനുള്ള എന്നൊരു പറയാം. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. എല്ലാവരോടും സ്നേഹം. നമ്മളെ ഇത്ര സപ്പോർട്ട് ചെയ്യണേന് അവരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. നമ്മൾ എന്ത് കാണിച്ചാലും അവര് കാണല്ലേ. അതാണ് ഞാനും പറഞ്ഞത്. അപ്പൊ അതൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അച്ഛൻ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ശ്രീധരച്ഛൻ ഉണ്ടായിരുന്നു ഇവിടെ, പുള്ളി എന്നുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനോട് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ളത്. അപ്പൊ കേക്ക് കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. എന്നാലും ഞാൻ ഒരു ദിവസം കഴിച്ചേക്കാം. അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.